എന്റെ അമ്മ, ഇത് ഞാൻ എന്തരീ കാണേ? എന്താ ചെയ്ത് വായിലിരിക്കണ കേക്കരുത് കേട്ടാ. എന്ത് പറ്റിയ കാര്യം പറ. അയ്യോ അല്ല, തുടക്കണ കാണുകയൊക്കെ ചെയ്ത്. പക്ഷെ തനിക്ക് എന്ത് പറ്റി തുടക്കാൻ? അപൂർവ കാഴ്ചയാണല്ലോ. ചൊറിയാതെ പോയ കേശു. ചൊറിഞ്ഞല്ലോ, കാര്യം ചോദിച്ചല്ലേ, കാര്യം പറ. എന്ത് പറ്റി? എന്ത് പറ്റി? ഇവിടെ മൊത്തം പൊടി പിടിച്ച് കിടക്കുവായിരുന്നു. അപ്പൊ എനിക്ക് വൃത്തിയാക്കാൻ തോന്നി, അതുകൊണ്ട് ഞാൻ തുടയ്ക്കുന്നു. തനിക്ക് വൃത്തിയാക്കാൻ തോന്നിട്ട് മലം കാണിക്കലേ? എന്തുവായി ലച്ചു? നോക്കുമ്പോ സമ്മതിക്കുന്നില്ല അവൻ. ഇപ്പോഴാണോ വരുന്നേ? എപ്പ പോയതാണ് കടയില്? അല്ല, ഞാൻ നേരെ കടയിൽ പോയി. എന്നിട്ട് ഞാൻ തിരിച്ച് ജോഷുവനെങ്ങാനും കാണാൻ പോയി കാണും അമ്മ. ഇല്ല, ഞാൻ ആരെയും കാണാൻ പോയിട്ടില്ല. കറക്റ്റ് പോയി കറക്റ്റ് തിരിച്ചു വന്നു. ഇടയ്ക്ക് വെച്ച് ഒരു ഗ്യാപ്പും ഉണ്ടായില്ല. ഒരു കാര്യം ഞാൻ പറയാം കേശു. ഇവിടുന്ന് സാധനങ്ങൾ വാങ്ങിക്കാൻ കടയിൽ പോയിട്ടുണ്ടെങ്കിൽ കടയിൽ പോയി സാധനങ്ങൾ വാങ്ങിച്ച് നേരെ ഇവിടെ എത്തണം, കേട്ടല്ലോ? എന്നാ പിന്നെ ഞാനെന്നാ അങ്ങോട്ട് ചെല്ല്. ലച്ചുമോളെ, തുടച്ചു കഴിഞ്ഞോ? ഇച്ചിരിയും കൂടി ഉള്ളു, ബാക്കിയെല്ലാം കഴിഞ്ഞു. അല്ല, അടുക്കള കനകത്തിനെ ഒന്ന് സഹായിക്കാനായിരുന്നു. അല്ല, അതിന് അടുക്കളപ്പണിയൊക്കെ കഴിഞ്ഞാണല്ലോ. അത് രാവിലത്തെ അല്ലയോ, ഇനി ഉച്ചക്കലത്തെ കിടക്കുമല്ലയോ? കുഴപ്പമില്ല, ഞാൻ പോയി സഹായിച്ചോളാം. ഇല്ലമ്മേ, മോളൊരു കാര്യം ചെയ്. അടുക്കളയിൽ പോയി കനകത്തെ സഹായിച്ചിട്ട് വന്നിട്ട് ബാക്കി ഇത് ചെയ്താൽ മതി. ചെല്ല്. അതവിടെ വെക്കാതെ സൈഡിലേക്ക് മാറ്റി വെക്കുക. മതി മതി. വഴി തരുവാണെങ്കിൽ ലച്ചു, ലച്ചു, ഒന്നിങ്ങോട്ട് വന്നേ. ഈ ബക്കറ്റ് പിന്നെ വേറെ ആരെങ്കിലും കൊണ്ട് വെക്കോ? ഇന്നത്തേക്ക് ഇത്രയും മതി, എന്നെ കൊണ്ട് ഇത്രേ പറ്റുള്ളൂ. അതൊന്നും പറ്റത്തില്ല. ഇപ്പൊ നിന്ന് എങ്ങനെയാണോ അതേപോലെ നിക്കണം. ഇനി എന്നെ വിളിക്കരുത്. പിള്ളേരെ ജോലി ചെയ്യിപ്പിക്കാനും വഴക്ക് പറയാനും ഇനി ഞാനില്ല. ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ പിള്ളേർക്ക് എന്നോട് ദേഷ്യമാവും അമ്മേ. അയ്യോ എന്റെ സീത, അതൊന്നും അല്ല. പിന്നെ അടുക്കളയിലെ പണിയെല്ലാം തീർന്നു. ലച്ചു കൂടെ കയറി സഹായിച്ചെന്നേ. പിന്നെ പാറുവോ കുളിച്ച് സുന്ദരിയായി കുറിയൊക്കെ തൊട്ട് നിൽക്കുന്നു. ആണോ? വിളിക്കട്ടെ. അയ്യോ, ഇതാരാ ഇത്? സുന്ദര കുട്ടിയായല്ലോ, കുറിയൊക്കെ തൊട്ട്. എന്താ നോക്കിയ പാറുവിനെ കുളിച്ചല്ലേ? സുന്ദരിയായിട്ടുണ്ട്. ഇവിടെ പണ്ട് കുഞ്ഞിലെ ഞാൻ കുളിപ്പിച്ച് റെഡിയാക്കുമ്പോഴും ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. അപ്പൊ അങ്ങനെയാണെങ്കിലേ ഇനി എല്ലാ ദിവസവും ലച്ചു വേണം കുഞ്ഞിനെ കുളിപ്പിച്ച് റെഡിയാക്കാൻ, അല്ലേ സീതേ? അതെ അതെ, സീത പറഞ്ഞത് കേട്ടല്ലോ. അപ്പൊ അടുക്കളയിലെ പണി മുഴുവൻ കഴിഞ്ഞെന്ന് പറഞ്ഞു ആണല്ലേ? எல்லாமே முடிஞ்சது, இனி பாத்திரம் மட்டும் தான் விளக்கணும். അത് ലച്ചുമോള് കഴി വെച്ചോളൂ, അല്ലേ സീതേ? അമ്മ പറഞ്ഞ വറുത്തരച്ച മീൻകറി ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആണോ? நான் அதை டேஸ்ட் பண்ணி பார்த்தேன், ரொம்ப சூப்பரா இருக்கு. മിടുക്കി. അയ്യോ, ആഹാ, കേശവ വന്നല്ലോ. കഴിഞ്ഞോ? ജോലി മുഴുവൻ ചെയ്ത് തീർത്തോ? ജോലി മൊത്തം ചെയ്ത് തീർത്ത്. ഞാൻ എന്നാ പോട്ടോ? വന്നേ വന്നേ വന്നേ. അതെ, നാളെ പടവലത്ത് പോണോന്ന് സീത പറഞ്ഞില്ലായിരുന്നോ? പറഞ്ഞായിരുന്നു. പടവലത്ത് പോയി കൊടുക്കാനുള്ള ഷീറ്റൊക്കെ കൊടുക്കണം, ബാക്കിയെല്ലാം ഉണക്കി പറക്കി അവിടെ വെക്കണം. എന്നിട്ട് രാത്രി വന്നാ മതി. അതെന്തിനാ രാത്രിയില്? അതെ, രാത്രി വന്നാ മതി.
ഇനി എന്തെങ്കിലും ഉണ്ടോ അതോ കഴിഞ്ഞോ? ഇനിയൊന്നുമില്ല അല്ലേ സീതേ? ഇല്ല ഇനിയൊന്നുമില്ല. എല്ലാരും അവരവരുടെ കാര്യം നോക്കാൻ തുടങ്ങിയപ്പം ഇവിടെ ഒരു വഴക്കുമില്ല ഇല്ലേ സീതേ? ആ അതെ. അമ്മമ്മേ ഇന്നതിന് വഴക്കില്ലായിരുന്നല്ലേ? അല്ല ഇനി ഒരിക്കലും അങ്ങനെ ഉണ്ടാവരുതെന്ന് പറഞ്ഞതാ മോളെ അല്ലേ സീതേ? ആ അതെ. ഇനി ആവശ്യമില്ലാതെ ഈ വീട്ടില് വഴക്കൊന്നും പാടില്ല കേട്ടോ. ശരി. അയ്യോ സീതേ, സീത പറയുന്നൊക്കെ കേട്ടോ. ഞാൻ വിചാരിച്ചു ഇനി എന്നെയും കൂടെ വഴക്ക് പറയുമായിരിക്കും എന്ന്. இல்ல சீதாമ്മ நினைச்ச உடனே ஒரே நாள்ல இவ்வளவு மாத்தமா? അല്ല സീതയ്ക്ക് നിങ്ങളെയൊക്കെ കുറച്ച് ശ്രദ്ധിച്ചപ്പോ കാര്യങ്ങളൊക്കെ മനസ്സിലായി കാണും. അതുകൊണ്ടായിരിക്കും സീത അങ്ങനെയൊക്കെ പറഞ്ഞേ. പാറുവേ, അമ്മമ്മേ അമ്മമ്മ ഒന്നുകൂടെ വിളിക്കാവോ? എന്തിന്? ഇനി അമ്മമ്മ പറയാം. ചോനർത്തല ഭവാനി അവിടെ ഇരിക്കേ, കുറച്ച് വിശേഷങ്ങളൊക്കെ ഞങ്ങൾ ചോദിക്കട്ടെ. എന്ത് വിശേഷം ചോദിക്കാൻ? ഈ അമ്മൂമ്മയെ കൊണ്ട് അങ്ങോട്ട് ഇരി, അങ്ങോട്ട് ഇരി. ആ അപ്പൊ എങ്ങനെയാ, സത്യങ്ങളൊക്കെ പറയുമല്ലേ? എന്ത് സത്യം? അമ്മമ്മേ, കൂടുതൽ വിളച്ചിലെടുക്കരുത്. നമ്മളും ഈ വീട്ടിൽ ആവശ്യത്തിൽ കൂടുതൽ അടവുകളൊക്കെ ഇറക്കുന്ന ആൾക്കാരാ. അല്ല നിങ്ങൾക്ക് അടവുണ്ടായിരിക്കും, എനിക്ക് അടവൊന്നുമില്ല. അയ്യോ, എന്നിട്ട് അമ്മൂമ്മ നിങ്ങൾ പറഞ്ഞൂടെ? എന്തോന്ന്? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. അമ്മൂമ്മ ഇപ്പം സത്യം പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ പടവലത്തൊന്നും ഞാൻ പകൽ കൊള്ള ഞാൻ നടത്തും. എടാ അതിന് ഞാൻ എന്തോ പറയാനാ? നിങ്ങൾ എന്നെ എന്തിനെങ്കിലും നോക്കി പേടിപ്പിക്കുന്നേ? പെട്ടെന്ന് എന്തോ പറ്റി സീതാമ്മയ്ക്ക് കാര്യങ്ങളൊക്കെ നോക്കി കാണാൻ ഒരു ശുഷ്കാന്തിയും പിന്നെ ഞങ്ങളുടെ മേളിൽ ഒരു ആജ്ഞാപനവും ഒക്കെ. അതിപ്പോ സീതയ്ക്ക് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ കണ്ടപ്പോ മനസ്സിലായി കാണും. നിങ്ങൾ ഇങ്ങനെ അനുസരിക്കാതെ നടക്കുന്നതൊക്കെ കണ്ടപ്പോ മനസ്സിലായി കാണും. അതുകൊണ്ട് പറയുന്നതായിരിക്കും. അല്ലാതെ അമ്മൂമ്മ പുറകെ നടന്ന് ഓരോന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടല്ല. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഞാൻ പറഞ്ഞിട്ടെല്ലാം ചെയ്യിപ്പിച്ചത്. കണ്ട 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 എങ്ങനെ ഇരിക്കണ, കൊള്ളാം അമ്മൂമ്മ, നല്ല സ്വഭാവം. ഞാൻ ഇപ്പൊ സീതയെ വിളിക്കും. നിങ്ങൾ എന്നെ വരട്ടെന്ന് പറഞ്ഞു കൊടുക്കും കേട്ടോ. സീതേ, സീതേ, എന്താ അമ്മേ? ഇങ്ങോട്ട് വന്നേ. എന്താ? ഈ പിള്ളേര് വട്ടം കൂടി തന്നെ വരട്ടിക്കൊണ്ടിരിക്കുവന്നേ. ഇപ്പൊ കൊടുത്ത ജോലി പോരാ, കുറച്ചുകൂടെ വലിയ ജോലി കൊടുക്കാൻ സീതമ്മയോട് പറയാന്. നമുക്കൊരു കാര്യം ചെയ്യാം. ആ റോഡ് മൊത്തം ഒന്ന് ക്ലീൻ ചെയ്യട്ടെ അല്ലേ? വേണ്ട, ഞാനില്ലേ ഈ പരിപാടിക്ക്. രാവിലെ മുതൽ ഈ അമ്മൂമ്മ പറഞ്ഞതിന്റെ പേരിലാണ് ഇതെല്ലാം ഞാൻ ചെയ്തോണ്ടിരുന്നത്. ദേ ഇങ്ങോട്ട് നോക്കിയമ്മ, ഇവിടെ. ഇനി ഈ പിള്ളേർക്ക് ഞാൻ ജോലി കൊടുത്താ ഇവർക്ക് എന്നോടുള്ള സ്നേഹവും തീരും, എന്നെ ഇവിടെ നിന്ന് ഇറക്കി വിടുകയും ചെയ്യും. അമ്മൂമ്മയായി പിള്ളേരായി നമ്മളെ വിട്ടേക്ക്. ഇനി അതല്ല, അമ്മയ്ക്ക് റോഡ് ക്ലീൻ ചെയ്യണമെന്ന് നിർബന്ധമാണെങ്കിൽ അമ്മ തന്നെ ചെയ്തോ, പ്രശ്നം സോൾവ് ആയില്ലേ? കേശുവേ, ടൂൾസ് എടുക്ക്. ഇന്ന എനിക്കെത്ത് എണീക്കങ്ങോട്ട്. കമാൻ. റോഡിന്റെ ആ അറ്റം മുതൽ ഈ അറ്റം വരെ ക്ലീൻ ചെയ്തോ.